സ്നേഹസമ്പൂർണരായ ശ്രീനാരായണ ഗുരുദേവ ഭക്തരെ, എല്ലാവർക്കും സാദര പ്രണാമം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ 97ാമത് മഹാസമാധി ദിനം കന്നി 5 സെപ്റ്റംബർ 21 കടന്നു വരികയാണ്. ഗുരുദേവൻ്റെ മഹാസമാധി ദിനം ദുഃഖത്തിന് വേണ്ടിയുള്ളതല്ല, ഗുരുദേവനെ ഭജിക്കാനും പ്രാർത്ഥിക്കാനും ഗുരുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നേടിയെടുക്കാനും വേണ്ടിയുള്ളതാണ്. ഗവൺമെൻറ് ഗുരുദേവ ജയന്തിയും മഹാസമാധി ദിനവും പൊതു ഒഴിവായി നൽകിയിട്ടുള്ളത് സമ്പൂർണ്ണം ഈ ദിനങ്ങളിൽ പങ്കാളികളായി ഗുരുദേവ സന്ദേശ പ്രചരണം നിർവഹിക്കാനും ഗുരുദേവനെ പ്രാർത്ഥിക്കാനും ജപിക്കാനും ധ്യാനിക്കാനുമാണ്. മഹാസമാധിയുടെ തലേ ദിവസം ഒരിക്കൽ നിൽക്കുന്നത് നല്ലതാണ്. സമാധിയുടെ അന്ന് രാവിലെ തൊട്ട് ഉപവാസം ആരംഭിക്കണം. ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചത് 3:30 മണിക്കാണ്. ആ 3:30 മണിയോടുകൂടി ഗുരുസ്തവം, ഗുരുഷഡ്കം, ദൈവദശകം എന്നിവ മഹാസമാധി സമയമായ 3:30 ആലാപനം ചെയ്ത്, തുടർന്ന് താല്പര്യമെങ്കിൽ മഹാസമാധി ഗാനം സഹോദരൻ അയ്യപ്പനും എഴുതിയതും, തുടർന്ന് അത്യാവശ്യമെങ്കിൽ ശാന്തി യാത്ര, ഓം നമോ നാരായണായ എന്ന മന്ത്രം ചൊല്ലിയുള്ള ഒരു ശാന്തി യാത്രയും, തുടർന്ന് അന്നദാനവും നടത്തിയാണ് സമാധി ദിനാചരണം നിർവഹിക്കേണ്ടത്. ഗുരുദേവൻ ഏതാണ്ട് 30ാമത്തെ വയസ്സിൽ സമാധിയായി. ദൈവവുമായി താതാത്മ്യം പ്രാപിച്ച് ജീവാത്മ പരമാത്മ ഐക്യം നേടുന്നതാണ് സമാധി. അങ്ങനെയുള്ള ജീവൻ മുക്തനായ തപോധനൻ്റെ പരമഹംസൻ്റെ ശരീര വേർപാടാണ് മഹാസമാധി. അത് 73ാമത്തെ വയസ്സിലാണ് നടന്നത്. മഹാസമാധി ദിനം ദുഃഖിക്കാനുള്ളതല്ല. കറുത്ത ഉടി കെട്ടാനോ കറുത്ത ബാഡ്ജ് കെട്ടാനോ, അല്ലെങ്കിൽ ചിലരൊക്കെ ഗുരുദേവൻ്റെ പ്രതിമയിൽ ഗുരുദേവൻ്റെ മുഖം മൂടിക്കെട്ടുകയും പിന്നെ ഗുരുദേവൻ്റെ വിഗ്രഹം മറച്ചു വെക്കുകയും സമാധി ആയതുകൊണ്ട് പൊല വന്നു, ഇനി അർച്ചനയും പൂജയും ഒന്നും ആവശ്യമില്ല എന്ന് കരുതുന്നവരും, ഗുരുമന്ദിരം അടച്ചിടുന്നവരും, ആരാധന വേണ്ട എന്ന് പറയുന്നവരും ഒക്കെ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ കാണുന്നുണ്ട്. ഇത് ഒഴിവാക്കപ്പെടണം. യാതൊരു കാരണവശാലും ഗുരുദേവൻ്റെ മഹാസമാധിയോട് ചേർന്ന് സാധാരണ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ദുരാചാരങ്ങളൊന്നും തന്നെ പാടില്ല. ഗുരുദേവൻ അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനായി സമ്പൂർണ്ണം പ്രകാശിക്കുന്നു. ഗുരുദേവൻ്റെ വിഗ്രഹം കൂടുതൽ കമനീയമായി അലങ്കരിച്ച് നല്ല പ്രകാശമാനമായി ഭക്തന്മാർക്ക് ദർശനം നൽകുന്നത് കൂടുതൽ നന്നായിരിക്കും. മഹാസമാധി ദിനത്തിൽ പ്രഭാഷണം പാടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. തീർച്ചയായും പ്രഭാഷണമാകാം, ഗുരുദേവ കൃതികളെക്കുറിച്ചുള്ള പഠനമാകാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, മഹാസമാധി ദിനത്തിൽ ഘോരം വിപ്ലവാത്മകമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഭക്തി സംവർദ്ധകമായി ആത്മീയ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഭാഷയിൽ സംസാരിക്കുന്നത് നന്നായിരിക്കും. രാവിലെ മുതൽ മഹാസമാധി സമയമായ 3:30 വരെ പ്രാർത്ഥനയും ജപവും ധ്യാനവും അഖണ്ഡനാമ ജപവും ഒക്കെ നടത്തി ഗുരുദേവൻ്റെ കാരുണ്യവും അനുഗ്രഹവും നേടാൻ സാധിക്കട്ടെ. ശിവഗിരി മഠത്തിൽ ഇതിന് അനുസൃതമായ രൂപത്തിലാണ് മഹാസമാധി ദിനാചരണം നടത്തുന്നത്. അതിനനുസൃതമായി ഭക്തജനങ്ങളും രാജ്യമൊട്ടാകെ ഈ പുണ്യദിനം കൊണ്ടാടുവാൻ ശ്രദ്ധിക്കുക. ഇത് 97ാമത് മഹാസമാധി ദിനമാണ്. ഇനി 2 വർഷം കൂടി കഴിഞ്ഞാൽ ശതാബ്ദിയാകും. അതുകൊണ്ട് 97 മുതൽ 98 വരെ, 98 മുതൽ 99 വരെ, 99 മുതൽ 100 വരെ 3 വർഷക്കാലം മഹാസമാധി ദിനാചരണം ഗംഭീരമായി നടക്കണം. അതിനെല്ലാവരും കൂട്ടായി ശ്രമിക്കണം എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് ഗുരുദേവൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പരയുടെ പേരിൽ എല്ലാവിധമായ മംഗളാശംസകളും
ഗുരുദേവ കാരുണ്യവും അനുഗ്രഹവും നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമോ വാഹ.